ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ കഴിഞ്ഞ് ഡിഫറൻസിയേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള ഐഡിയ ഒക്കെ നമ്മൾ പറഞ്ഞു. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ പ്രോഡക്റ്റ് റൂളും ക്വസ്റ്റ്യൻ റൂളും രണ്ട് കണക്കുകൾ ചെയ്യുകയും ചെയ്തു, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഓർക്കാൻ വേണ്ടി മാത്രം. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഡെറിവേറ്റീവ്സിൻ്റെ അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ്റെ കോർ ഏരിയയിലേക്ക് കയറുകയാണ്. കൂടുതൽ ഫംഗ്ഷനുകൾ എങ്ങനെയാണ് ഡെറിവേറ്റീവ് എടുക്കുന്നത് എന്നുള്ള ടെക്നിക്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തത് ഡെറിവേറ്റീവ്സ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻസ്. കോമ്പോസിറ്റ് ഫംഗ്ഷൻ നിങ്ങൾക്കറിയാം, നിങ്ങൾ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ പഠിച്ചപ്പോൾ അവിടെ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ പഠിച്ചു അല്ലേ. എഫ് ഓഫ് ജി ഓഫ് എക്സും ജി ഓഫ് എഫ് ഓഫ് എക്സും പഠിച്ചില്ലേ. ഇപ്പോൾ എഫിനകത്ത് ജി കിടക്കുക, ജിക്കകത്ത് എഫ് കിടക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ സംബന്ധിച്ച് നമുക്ക് കുറേ ബേസിക് ഫംഗ്ഷനുകളുണ്ട്. അതായത് എക്സ് റൈസ് ടു എൻ, സൈൻ എക്സ്, കോസ് എക്സ്, ലോഗ് എക്സ്, ഇ റൈസ് ടു എക്സ്, പിന്നീട് ടാൻ എക്സ്, അങ്ങനെ വരുന്ന 6 ട്രിഗണോമെട്രിക്ക്, ഇങ്ങനെ വരുന്ന റൂട്ട് എക്സ്. ഇതൊക്കെ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസാണ്. അതായത് ഇതൊരു പോളിനോമിയലാണ്, ഇത് സ്ക്വയർ റൂട്ട് ഫംഗ്ഷനാണ്, 1/x ഇത് റെസിപ്രോക്കൽ ഫംഗ്ഷനാണ്, സൈൻ എക്സ് ട്രിഗണോമെട്രിക് ആണ്, കോസ് എക്സ് ട്രിഗണോമെട്രിക് ആണ്, ലോഗ് എക്സ്, ഇ റൈസ് ടു എക്സ്, ടാൻ എക്സ്. കാരണം ബേസിക് എന്ന് പറയാൻ കാര്യം സൈൻ ഓഫ് എക്സ്, കോസ് ഓഫ് എക്സ് എന്നാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഈ ബേസിക് ഫംഗ്ഷൻ ഇപ്പോൾ സൈൻ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ് കിടക്കുമ്പോൾ സൈൻ എക്സ് ആയിരുന്നു നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ, ബട്ട് സൈൻ എക്സ് എന്ന് വരണമായിരുന്നു. ഇവിടെ എക്സിന് പകരം ആരാ കിടക്കുന്നത്, എക്സ് സ്ക്വയർ. അപ്പോൾ എന്താ സംഭവിച്ചത്, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അകത്ത് ഒരു പോളിനോമിയലായ എക്സ് സ്ക്വയർ വന്ന് കിടക്കുക. അപ്പോൾ അതൊരു ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആകും, അല്ലെങ്കിൽ ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആകും. അപ്പോൾ സൈൻ എക്സ് സ്ക്വയർ ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷനാണ്. ഇനി നിങ്ങൾ നോക്കൂ, റൂട്ട് കോസ് എക്സ്, ഇത് കോമ്പോസിറ്റ് ആണ്. കാരണം എന്താ, റൂട്ട് എക്സ് ആയിരുന്നു നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ, അതിൽ എക്സിന് പകരം ആര് കയറി കിടന്നു, കോസ് എക്സ് കയറി കിടന്നു. അപ്പോൾ ഇവിടെ രണ്ട് കോമ്പിനേഷൻ, അതായത് റൂട്ടിൻ്റെയും ട്രിഗണോമെട്രിയുടെയും കൂടെ കോമ്പോസിഷനാണ്. ഇവിടെ പോളിനോമിയലിൻ്റെയും ട്രിഗണോമെട്രിയും കൂടെ കോമ്പോസിഷനാണ്. ഇനി നിങ്ങൾ നോക്കൂ, നിങ്ങൾ എഴുതുന്ന സൈൻ സ്ക്വയർ എക്സ്, സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ എന്നാണ്. അങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് എഴുതാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ സൈൻ സ്ക്വയർ എക്സ് എന്ന് എളുപ്പത്തിൽ അങ്ങ് എഴുതുന്നത്. ശരിക്കും ഇതെന്താ, എക്സ് സ്ക്വയർ എന്ന് പറയുന്ന പോളിനോമിയൽ ഫംഗ്ഷനിലെ എക്സിന് പകരം 6 കയറി കിടക്കുന്നു, സൈൻ എക്സ് കയറി കിടക്കുന്നു. അവിടെയും കോമ്പോസിഷനാണ്, 2ഉം സൈൻ എക്സും രണ്ട് ഫംഗ്ഷനുകളുടെ കോമ്പോസിഷനാണ്. ഇനി നിങ്ങൾ നോക്കൂ, റൂട്ട് കോട്ട് സ്ക്വയർ എക്സ്, റൂട്ട് കോട്ട് സ്ക്വയർ എക്സ് എന്ന് പറയുമ്പോൾ റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് എക്സിന് പകരം ആര് കിടക്കുന്നു, കോട്ട് സ്ക്വയർ കിടക്കുന്നു. ആ കോട്ട് സ്ക്വയർ പിന്നെയും കോമ്പോസിഷനാണ്. കാരണം എക്സ് സ്ക്വയർ എന്ന് വരേണ്ട പോളിനോമിയൽ എക്സിന് പകരമാണ് ആര് കയറി കിടക്കുന്നത്, കോട്ട് എക്സ് കയറി കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ 3 ഫംഗ്ഷനുകളാണ് കോമ്പോസിഷനായി വന്നിരിക്കുന്നത്, സ്ക്വയർ റൂട്ട്, സ്ക്വയർ, കോട്ട്. അപ്പം ഏറ്റവും പുറത്തുള്ള ആൾ സ്ക്വയർ റൂട്ടാണ്. ശരിക്കും ഇതെങ്ങനെയാണ് എഴുതുക, റൂട്ട് ഓഫ് കോട്ട് എക്സ് ദ ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പം ഏറ്റവും പുറത്തുള്ള ആൾ സ്ക്വയർ റൂട്ടാണ്, അതിനകത്തുള്ള ആൾ സ്ക്വയറാണ്. സ്ക്വയറാണ് അവിടുത്തെ ഫംഗ്ഷൻ, അതിനകത്താണ് ആര് കയറി കിടക്കുന്ന ട്രിഗണോമെട്രി ഫംഗ്ഷൻ. അപ്പം ഏറ്റവും ഔട്ടർ സ്ക്വയർ റൂട്ട്, പിന്നീട് സ്ക്വയർ, പിന്നീട് കോട്ടെക്സ്, 3 കോമ്പോസിഷനാണ് അവിടെ കിടക്കുന്നത്. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ സൈൻ സ്ക്വയർ റൂട്ട് എക്സ് എന്നായിരുന്നെങ്കിലോ, ഏറ്റവും പുറത്താരാ, സൈൻ റൂട്ട് എക്സ് ദ ഹോൾ സ്ക്വയർ എന്നായത്. ഏറ്റവും പുറത്ത് സ്ക്വയറാണ്, എക്സ് സ്ക്വയർ എന്നുള്ള ആളാണ്, പോളിനോമിയലായ എക്സ് സ്ക്വയർ ആണ് പുറത്ത്. അകത്ത് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന പോളിനോമിയലിൽ എക്സിന് പകരം ആര് കിടക്കുന്നു, സൈൻ റൂട്ട് എക്സ് കിടക്കുന്നു. അപ്പം പുറത്ത് കിടക്കുന്ന ആൾ പോളിനോമിയലാണ്, സ്ക്വയറാണ്, അതിനകത്ത് ട്രിഗണോമെട്രി കിടക്കുന്നു. ട്രിഗണോമെട്രിക്ക് അകത്ത് ആര് കയറി കിടക്കുന്നു, റൂട്ട് എക്സ്. കാരണം സൈൻ എക്സ് ആണ് നമ്മുടെ ട്രിഗണോമെട്രി, അതിൽ എക്സിന് പകരം റൂട്ട് കയറി കിടക്കുക. അപ്പോൾ ഇത് 3 കോമ്പോസിഷനാണ്. ഏറ്റവും ഔട്ട് സൈഡായിട്ട് സ്ക്വയർ, അതിനകത്തേക്ക് ട്രിഗണോമെട്രി സൈന്, സൈനകത്താണ് റൂട്ട് എക്സ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കോമ്പോസിഷൻ ഫംഗ്ഷനുകൾ വന്നാൽ കോമ്പോസിറ്റ്, ഇപ്പോൾ ഇവിടെ നോക്കൂ, ഒന്നും കൂടെ നമുക്ക് പറയാം. ഇതാ നോക്കൂ, 1/log x സ്ക്വയർ എന്ന് കിടന്നാൽ എന്താ സംഭവിക്കുക നോക്കൂ, 1/x ആണ് നമ്മളുടെ റെസിപ്രോക്കൽ ബേസിക്, അതിൽ എക്സിന് പകരം ആര് കിടക്കുന്നു, ലോഗ് എക്സ് സ്ക്വയർ. ആ ലോഗ് എക്സ് സ്ക്വയർ തന്നെ ലോഗ് എക്സ് ആണ് ബേസിക്, അതിൽ എക്സിന് പകരം ആര് കിടക്കുന്നു, എക്സ് സ്ക്വയർ. അപ്പം 1/x ആണ് ഏറ്റവും ഔട്ട് സൈഡ് ആയിട്ടുള്ളത്, 1/, എന്നുള്ളതാണ്. ആ ഔട്ട് സൈഡ് 1/ക്ക് അകത്ത് ലോഗരിതം കിടക്കുന്നു, ലോഗരിതത്തിനകത്ത് എക്സ് സ്ക്വയർ. അപ്പം 3 കോമ്പോസിഷനാണ് ഇവ വരിക. അപ്പോൾ എത്ര ഫംഗ്ഷൻ്റെ കോമ്പോസിഷനാണെന്ന് അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് കോമ്പോസിഷൻ. ഇതിൻ്റെ ഡെറിവേറ്റീവുകൾ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഇവിടെ നോക്കൂ. നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയാണ് സൈൻ സ്ക്വയർ റൂട്ട് എക്സ്, സൈൻ എക്സ് സ്ക്വയർ, പോളിനോമിയലിന് അകത്ത് ട്രിഗണോമെട്രിക്ക് അകത്ത് റൂട്ട് എന്നൊക്കെ പറയുന്നത്. ശരിക്കും നമ്മൾ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ പഠിച്ച രീതിയിൽ നോക്കിയാൽ ഇവർ ഓരോരുത്തരും എഫിനകത്ത് ജിക്കകത്ത് എച്ച്, അപ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ്, ജി ഓഫ് എച്ച് ഓഫ് എക്സ് എന്നൊക്കെ പറയേണ്ടി വരും. ഇവിടെ നമ്മൾ അങ്ങനെ പൂർണ്ണമായും ഫംഗ്ഷനിലേക്ക് കയറുകയല്ല.
നമ്മളതിൻ്റെ ഡെറിവേറ്റീവുകൾ എങ്ങനെയാണെന്ന് അറിയണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് വളരെ പെട്ടെന്ന് ഇവയ്ക്ക് എന്താണ് ഇവ 3 പേരുടെ കോമ്പോസിഷനാണ്. സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എക്സിന് പകരം സൈൻ എക്സ് കിടക്കുക 2 പേരുടേതാണ്. ലോഗ് 1/log x സ്ക്വയർ എന്ന് പറയുമ്പോൾ റെസിപ്രോക്കലിനകത്ത് ലോഗിനകത്ത് എക്സ് സ്ക്വയർ എന്നാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. ഇനി എങ്ങനെയാണ് ഈ കോമ്പോസിറ്റ് ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവ് എടുക്കുന്നത് നോക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് നോക്കാം, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് സ്ക്വയർ. അപ്പോൾ എങ്ങനെയാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എടുക്കുന്നത് നോക്കാം. നോക്കൂ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് സ്ക്വയർ. അപ്പോൾ നോക്കൂ, ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സൈൻ എക്സ് സ്ക്വയർ ആണല്ലേ. കാരണം സൈൻ എക്സ് എന്ന് പറയുന്ന ട്രിഗണോമെട്രിയിലെ എക്സിന് പകരം ആര് കയറി കിടക്കുന്നു? എക്സ് സ്ക്വയർ കയറി കിടക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് പ്രോപ്പറായ സ്റ്റെപ്പുകൾ വഴിയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പരീക്ഷയ്ക്ക് ഒരിക്കലും നമ്മൾക്ക് ഈ കോമ്പോസിറ്റ് ഫംഗ്ഷൻ മാത്രമായി ചോദ്യം ചോദിക്കില്ല. ഇനി അങ്ങോട്ട് ചെയ്യാൻ കിടക്കുന്ന കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണിത്. അപ്പോൾ ഇത് നമ്മൾ പ്രോപ്പറായി ചെയ്യുന്നു, പക്ഷേ എളുപ്പത്തിൽ ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. എളുപ്പത്തിൽ എങ്ങനെയാണ് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് ഒരു 1-2 ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ പിന്നീട് നമ്മൾ എളുപ്പത്തിലായിരിക്കും ചെയ്തു തുടങ്ങുക. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് സ്ക്വയർ എന്നാണ്. അപ്പോൾ പ്രോപ്പറായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ എഴുതുന്നു ലെറ്റ് y ഈക്വൽ ടു സൈൻ എക്സ് സ്ക്വയർ ആണല്ലോ സൈൻ എക്സ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ 2 ഫംഗ്ഷനുകളുടെ കോമ്പിനേഷനാണ്, സൈൻ്റെയും എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് ട്രിഗണോമെട്രിയുടെയും പോളിനോമിയലിൻ്റെയും അല്ലേ. സൈൻ എക്സ്, അതിൽ ഉള്ളിൽ കിടക്കുന്ന ഫംഗ്ഷൻ ആരാ? പുറത്ത് സൈനും, സൈൻ എക്സിൽ എക്സിന് പകരം എക്സ് സ്ക്വയർ, അകത്താണ് എക്സ് സ്ക്വയർ. അപ്പം അകത്ത് കിടക്കുന്ന ഫംഗ്ഷനെ നിങ്ങൾ വേറൊരു പേരിൽ വിളിക്കുക. പുട്ട് യു ഈക്വൽ ടു എക്സ് സ്ക്വയർ. എന്തെന്ന് വിളിക്കുന്നു? യു ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോൾ y ഈക്വൽ ടു ഇവിടെ എന്തെന്നായി മാറും? സൈൻ യു എന്നായി മാറും. കണ്ടില്ലേ, സൈൻ യു എന്നായി മാറും. അപ്പോൾ ഇത് നോക്കൂ, ഇത് സൈൻ എക്സ് എന്ന് പറയുന്നത് പോലെ ഒരു ബേസിക് പാറ്റേൺ, ഒരു ബേസിക് ഫംഗ്ഷൻ്റെ ഫോർമാറ്റിലായി. ഇനി നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നു, dy ബൈ ഡി എക്സ്. ഡെറിവേറ്റീവ് എടുക്കുന്നത് y വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ്. അങ്ങനെ വരുമ്പോൾ സൈൻ യുവിൻ്റെ ഡെറിവേറ്റീവ് കോസ് യു ആണെന്ന് നമുക്കറിയാം. മനസ്സിലാവുന്നുണ്ടല്ലോ. സൈൻ യു നിങ്ങൾ നോക്കൂ, സൈൻ യു എന്ന് പറയുമ്പോൾ സൈൻ യു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ട്രിഗണോമെട്രിയായ സൈൻ കിടക്കുന്നത് യുവിലാണ്. നമ്മൾ വൈയെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുന്നത് പോലെ ഇവിടെ യുവിനെ വിത്ത് റെസ്പെക്ട് ടു നോക്കൂ, എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് 2x ആണ്, അറിയാമല്ലോ. എക്സ് റേസ് ടു എന്നിൻ്റെത് n എക്സ് റേസ് ടു n-1 എന്നുള്ളതാണ് ഡെറിവേറ്റീവ്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. എപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് 2x. അതേസമയം എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? 2x കിട്ടില്ല. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? 2x കിട്ടില്ല. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു p എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? 2x കിട്ടില്ല. അപ്പം എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആകുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ്, വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ വൈയെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈക്വലിൻ്റെ ഇടത്തെ സൈഡിൽ വൈയെ വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുത്താൽ സൈനിനെയും വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് എടുക്കേണ്ടത്. സൈൻ യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുത്താൽ ഒരിക്കലും കോസ് യു കിട്ടില്ല. ബട്ട് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്, സൈൻ യുവിനെ വിത്ത് റെസ്പെക്ട് ടു യുവിൽ എടുക്കും, അപ്പോൾ കോസ് യു ആയി. എന്നിട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സിലേക്ക് മാറ്റാൻ വേണ്ടി ഡി യു ബൈ ഡി എക്സ് കൂടി എടുക്കും. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ആദ്യം നമ്മൾ സൈൻ യുവിനെ വിത്ത് റെസ്പെക്ട് ടു യുവിലെടുത്തു, പിന്നീട് ആ യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിലെടുത്തു. അപ്പോൾ ശരിക്കും എന്തായി? ഫലത്തിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയില്ലേ? മനസ്സിലാക്കണം, നമ്മൾക്ക് വേണ്ടുന്നത് y വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. y വിത്ത് റെസ്പെക്ട് ടു എക്സിൽ വേണം. ഇവിടെ ഇപ്പോൾ എക്സ് ഇല്ല, ഡെറിവേറ്റീവ് എടുക്കാൻ എക്സ് ഇല്ല, യു ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു യുവിൽ ഡെറിവേറ്റീവ് എടുത്തു. സൈൻ യു വിത്ത് റെസ്പെക്ട് ടു യു ഈസ് കോസ് യു. എന്നിട്ട് നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ വേണമെന്നുള്ളത് കൊണ്ട് വിത്ത് റെസ്പെക്ട് ടു യുവിൽ എടുത്തില്ല, ആ യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എടുത്തു. അപ്പോൾ ടോട്ടലി നോക്കുമ്പോൾ അത് എന്തായി കഴിഞ്ഞു? വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നുള്ളതായി കഴിഞ്ഞു ടോട്ടൽ നോക്കുമ്പോൾ. അപ്പോൾ 2 സൈഡും വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു കോസ് യു, യുവിന് പകരം എക്സ് സ്ക്വയർ തിരിച്ചു കൊടുക്കുമ്പോൾ കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ, യുവിന് പകരമായി. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ വരിക? 2x എന്നാണ് വരിക. എക്സ് സ്ക്വയറിൻ്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ത് തന്നെ? 2x എന്നാണ് വരിക. ഇങ്ങനെയാണ് പ്രോപ്പറായ സ്റ്റെപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത് കണക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ y ഈക്വൽ ടു സൈൻ എക്സ് സ്ക്വയർ എന്ന് തരുന്നു. എക്സ് സ്ക്വയറിന് പകരം ഇൻസൈഡായ ഫംഗ്ഷനെ നമ്മൾ യു എന്ന് വിളിക്കുന്നു. അപ്പോൾ y ഈക്വൽ ടു സൈൻ യു ആകുന്നു. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു സൈൻ യുവിൻ്റെത് വിത്ത് റെസ്പെക്ട് ടു യു ആണ് കോസ് യു, വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ല. നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് വേണ്ടുന്നത്. അതുകൊണ്ട് സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് യു എന്ന് എഴുതിയിട്ട് നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് വേണ്ടുന്നത് കൊണ്ട് ആ യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എടുക്കുന്നു, ഡി യു ബൈ
ഡി എക്സ്. അപ്പോൾ എന്ത് സംഭവിച്ചു? കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു യുവിന് പകരം എക്സ് സ്ക്വയർ കൊടുക്കുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 2x അത് ഇട്ടു. അപ്പം സൈൻ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്തായി മാറി? കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു 2x എന്നായി മാറി. ശ്രദ്ധിക്കുക. നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് ലോഗ് എക്സ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ y ഈക്വൽ ടു റൂട്ട് ലോഗ് എക്സ് എന്നെടുക്കുന്നു. y ഈക്വൽ ടു റൂട്ട് ലോഗ് എക്സ് ആണല്ലോ. അപ്പോൾ എന്താ ചെയ്യാൻ പോവുക? y നോക്കൂ, ഇവിടെ റൂട്ട് എക്സ് ആയിരുന്നു വരേണ്ടിയിരുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് ഫംഗ്ഷൻ ആണ്. അതിൽ എക്സിന് പകരം ആര് കിടക്കുന്നു? ലോഗ് എക്സ് കിടക്കുന്നു. അപ്പോൾ രണ്ട് ഫംഗ്ഷനുകളാണുള്ളത്. ഏതൊക്കെയാണുള്ളത്? സ്ക്വയർ റൂട്ടും ലോഗും. അപ്പം ഇൻസൈഡായിട്ട് കിടക്കുന്ന ആളെ നിങ്ങൾ എന്തെന്ന് വിളിക്കുക? യു എന്ന് വിളിക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ലെറ്റ് യു ഈക്വൽ ടു ലോഗ് എക്സ്. കാരണം ലോഗ് എക്സ് ആണല്ലോ അകത്തുള്ള ഫംഗ്ഷൻ. അപ്പോൾ എന്താവും? y ഈക്വൽ ടു റൂട്ട് യു അല്ലേ. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുന്നു. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു റൂട്ട് യുവിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് യു ആണ്. ഓർത്തോളുക, റൂട്ട് യുവിൻ്റെത് വിത്ത് റെസ്പെക്ട് ടു യു, റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് യു എന്നാണ്. ഇൻറ്റു നമുക്കറിയാം റൂട്ട് യുവിനെ വിത്ത് റെസ്പെക്ട് ടു യുവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് വേണമെന്നുള്ളത് കൊണ്ട് അതിനെ ഡി യു, ആ യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിലൂടെ എടുക്കുന്നു. അപ്പോൾ ടോട്ടലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 റൂട്ട് ലോഗ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്നായി മാറും. യുവിന് പകരം തിരിച്ചു കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 റൂട്ട് ലോഗ് എക്സ് ഇൻറ്റു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x. ദെർഫോർ 1/2x റൂട്ട് ലോഗ് എക്സ് എന്ന് ഒറ്റ സ്റ്റെപ്പിൽ എഴുതാൻ കഴിയും. ഇങ്ങനെയാണ് കോമ്പോസിഷൻ്റെ പ്രോപ്പറായ വെയിൽ ചെയ്യുന്നത്. എന്നാൽ ഇനി മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രോപ്പറായ വെയിലല്ല, എളുപ്പത്തിൽ ചെയ്യുക. കാരണം നമ്മൾക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ്സ് ഓഫ്, ഇതാ നോക്കൂ, 4 ഫംഗ്ഷനുകൾ തന്നിരിക്കുന്നു. ഇനി എളുപ്പത്തിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, പ്രോപ്പർ വെയിലല്ല. എളുപ്പത്തിൽ ചെയ്യുന്നതാണ് നമുക്ക് ആവശ്യമെന്നുള്ളത് കൊണ്ട് എളുപ്പത്തിൽ ചെയ്യും. എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഡെറിവേറ്റീവ് എടുക്കുന്നതെന്ന് പറയാൻ പറ്റും. കോമ്പോസിറ്റ് ഫംഗ്ഷനുകൾ. ഫസ്റ്റ് കോസ് എക്സ് സ്ക്വയർ. നിങ്ങൾ കാണുമ്പോഴേ അറിയാം ഇത് കോമ്പോസിഷനാണ്. കാരണം കോസ് എക്സ് എന്നായിരുന്നു വരേണ്ടിയിരുന്നത്, എക്സിന് പകരം എക്സ് സ്ക്വയർ കിടക്കുന്നു. അപ്പോൾ നമ്മൾ എഴുതുന്നു, നമ്മൾ ആദ്യമേ ലെറ്റ് y ഈക്വൽ ടു കോസ് എക്സ് സ്ക്വയർ എന്ന് കൊടുക്കുന്നു. ദെയർഫോർ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു, ഇനിയാണ് ശ്രദ്ധിക്കാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും ഔട്ടറായിട്ട് കിടക്കുന്ന ഫംഗ്ഷൻ ആരാണെന്ന് നോക്കുക. ഏറ്റവും പുറത്ത് കിടക്കുന്നത് കോസ് ആണ് അല്ലേ. കോസിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവാണ് നമ്മൾ മൈനസ് സൈൻ എക്സ് എന്ന് പഠിച്ചത്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇനി നമ്മൾ പറയുമ്പോൾ കോസിൻ്റെ ഡെറിവേറ്റീവ് എന്ത്? മൈനസ് സൈൻ. കോസിൻ്റെ കൂടെ എന്ത് വന്നാലും മൈനസ് സൈൻ അതിൻ്റെ കൂടെ അത് എഴുതണം എന്നുള്ളതാണ്. അപ്പോൾ കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ. ഇനി കോസ് എക്സ് എന്ന് പറയുന്നില്ല, കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ. അപ്പം കോസ് ആണെങ്കിൽ കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ, കോസിൻ്റെ കൂടെ എന്ത് കിടക്കുന്നോ അയാളെ അവിടെ എഴുതണം. കോസ് സൈൻ എക്സ് സ്ക്വയർ. കണ്ടല്ലോ, കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ, എന്ത് കൂടെ കിടക്കുന്നു അത് അത്ര അവിടെ എഴുതുക. എന്ത് കിടന്നാലും അത് കൂടെ എഴുതുക. ഇനി അപ്പോൾ കോസിൻ്റെ ഡെറിവേറ്റീവ് കഴിഞ്ഞു. ഇനി ആരാ ഉള്ളത്? എക്സ് സ്ക്വയർ. അപ്പം ഇൻറ്റു എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിൻ്റെ എന്താ ഡെറിവേറ്റീവ്? 2x എന്ന് പറഞ്ഞു പോകും. മനസ്സിലാവുന്നുണ്ടല്ലോ? എക്സ് സ്ക്വയർ ഇൻറ്റു 2x. അപ്പം ഔട്ടർ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആദ്യം ഇൻറ്റു ഇന്നർ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവുകൾ ആദ്യം, അങ്ങനെ അകത്തേക്ക് ഡെറിവേറ്റീവുകൾ എടുത്ത് പോകും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളിവിടെ എഴുതുന്നു ലെറ്റ് y ഈക്വൽ ടു ലോഗ് റൂട്ട് എക്സ്. നിങ്ങൾക്കറിയാം ഇത് ഔട്ടർ ഫംഗ്ഷൻ ലോഗ്, ഇന്നർ റൂട്ട് എക്സ് അല്ലേ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x എന്നാണ്. പക്ഷേ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലോഗ് എന്ത് ഡെറിവേറ്റീവ് വന്നാലും 1/, അതെന്നാണ് അർത്ഥം. ലോഗിൻ്റെത് 1/. അപ്പോൾ ലോഗ് റൂട്ട് എക്സ് ആകുമ്പോൾ 1/√x. ലോഗിൻ്റെ കൂടെ കിടക്കുന്ന ആളാണ് 1/യിൽ വരിക. ലോഗ് തീറ്റ എന്നാണെങ്കിൽ 1/θ, ലോഗ് ടി സ്ക്വയർ ആണെങ്കിൽ 1/t², ലോഗ് പി ആണെങ്കിൽ 1/p. അപ്പോൾ ലോഗിൻ്റെത് 1/, എന്ത് കൂടെ കിടക്കുന്നു അത് 1/യിൽ വരും. ഇൻറ്റു, അപ്പോൾ ലോഗ് കഴിഞ്ഞല്ലോ. ഇനി ആരുടേതാ? റൂട്ട് എക്സ്. റൂട്ട് എക്സിൻ്റെത് എന്താ? 1/2√x. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി അകത്തോട്ടില്ല, റൂട്ട് എക്സും കഴിഞ്ഞാൽ ഇനി ആരെ എടുക്കാനില്ലല്ലോ. ദാറ്റ് ഈസ് 1/2√x ഇൻറ്റു റൂട്ട് എക്സ് ഈസ് x 1/2x. അടുത്തത് നോക്കാം. ലെറ്റ് y ഈക്വൽ ടു റൂട്ട് കോട്ട് എക്സ് സ്ക്വയർ ഈക്വൽ, ദെയർഫോർ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു, ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇവിടെ ഏറ്റവും ഔട്ടറായിട്ട് കിടക്കുന്നത് സ്ക്വയർ റൂട്ടാണ്. അതിനകത്ത് കിടക്കുന്ന ആൾ കോട്ടാണ്. കോട്ടിനകത്ത് കിടക്കുന്ന ആളാണ് എക്സ് സ്ക്വയർ. 3 പേരാണുള്ളത്. അപ്പോൾ ആദ്യം കിടക്കുന്നത് റൂട്ടാണ് അല്ലേ, സ്ക്വയർ റൂട്ട്. നിങ്ങൾക്കറിയാം റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ 1/2√x ആണ്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോവുക റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് 1/2 എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് 1/2. റൂട്ടിനകത്ത് എന്ത് കിടക്കുന്നോ അത് അതുപോലെ എഴുതണം. നമ്മൾ റൂട്ടിനെ മാത്രമേ നോക്കുന്നുള്ളൂ. റൂട്ടിനകത്ത് എന്ത് കിടന്നാലും 1/2 ദാറ്റ് ഇൻറ്റു. അപ്പോൾ റൂട്ടിൻ്റെത് കഴിഞ്ഞു. അടുത്തതാരാ? കോട്ട്.
കോട്ടിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോട്ടെക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ആണ്. ബട്ട് ഇനി നമ്മൾ പറയുമ്പോൾ കോട്ടിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് സ്ക്വയർ, കോട്ടിൻ്റെ കൂടെ എന്ത് വരുന്നു അത് കൂടെ എഴുതണം. അപ്പോൾ കോട്ടിൻ്റെത് മൈനസ് കൊസീക് സ്ക്വയർ, കോട്ടിൻ്റെ കൂടെ ഇവിടെ എന്താ ഉള്ള എക്സ് സ്ക്വയർ, അത് തന്നെ അവിടെയും എഴുതണം എക്സ് സ്ക്വയർ ഇൻറ്റു. അപ്പോൾ കോട്ടും കഴിഞ്ഞു. ഇനി ആരാ ഉള്ളത്? എക്സ് സ്ക്വയർ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ വെട്ടിക്കളയുന്നത്, പരീക്ഷയ്ക്ക് വെട്ടരുത്. എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 2x ഇൻറ്റു 2x. ഇനിയുണ്ടോ എക്സ് സ്ക്വയർ? ഇനി ഫംഗ്ഷൻ ഇല്ലല്ലോ. അപ്പം നിങ്ങൾ നോക്കൂ, ഇതൊരു ചെയിൻ പോലെയാണ് ഡെറിവേറ്റീവുകളെ നിങ്ങൾ എടുത്തു പോവുക. അതുകൊണ്ട് കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവുകൾ എടുക്കുന്നതിന് ചെയിൻ റൂൾ എന്നും പറയാറുണ്ട്. ബൈ ചെയിൻ പോലെ കണക്ട് ചെയ്ത് എത്ര ഫംഗ്ഷനുകൾ ഉണ്ടെങ്കിലും അവയെ ഔട്ടറിൽ നിന്നും ഇന്നറിലേക്ക് ഇങ്ങനെ ഡെറിവേറ്റീവ് എടുത്തെടുത്ത് പോകുന്നതിനെയാണ് ചെയിൻ റൂൾ എന്ന് പറയുക. ഇറ്റ്സ് എ ചെയിൻ റൂൾ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ബൈ ചെയിൻ റൂൾ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. ഇത് എളുപ്പത്തിൽ ചെയ്യുന്നതാണ്. കാരണം നമുക്ക് പല കണക്കുകളും ചെയ്യുമ്പോൾ അതിനിടയ്ക്കാണ് ഇവരൊക്കെ വരിക. ആ സമയത്ത് പിന്നെ യു എന്നും ബി എന്നും സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതിയാൽ വളരെ ലോങ് ആകും, അത്രയും സമയം കിട്ടില്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഡെറിവേറ്റീവുകൾ എടുത്ത് പോകും. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഇതിപ്പോൾ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതി നിർത്തുന്നു. അടുത്തത് നമുക്ക് നോക്കാം. ലെറ്റ് y ഈക്വൽ ടു ടാൻ സ്ക്വയർ എക്സ്, y ഈക്വൽ ടു ടാൻ സ്ക്വയർ, ദെയർഫോർ dy ബൈ dx ഈക്വൽ ടു. നോക്കൂ, ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ടാൻ സ്ക്വയർ എക്സ് എന്ന് പറയുമ്പോൾ ശരിക്കും മനസ്സിലാക്കണം. ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പം നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തോന്നും ടാൻ ആണ് ഔട്ട് സൈഡ് കിടക്കുന്നത്. പക്ഷേ അല്ല, ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ ആണ് ഔട്ട് സൈഡ് കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ എന്നർത്ഥം. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. അപ്പം സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയറിൻ്റെ 2x. ഇനി അപ്പോൾ പറയുമ്പോൾ സ്ക്വയറിൻ്റെ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ 2x ആണെങ്കിൽ ടി സ്ക്വയർ 2t, എന്തെങ്കിലും സ്ക്വയർ ആണെങ്കിൽ 2 ഇൻറ്റു അത് എന്നുള്ള അർത്ഥം. അപ്പോൾ ഇവിടെ എന്ത് വരും? 2 ഇൻറ്റു ടാൻ എക്സ്. അപ്പോൾ എക്സ് സ്ക്വയറിന് 2x ആണ്. ഇവിടെ ടാൻ എക്സ് ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് 2 ഇൻറ്റു ടാൻ എക്സ് ഇൻറ്റു. അപ്പം സ്ക്വയറിൻ്റെ അത് കഴിഞ്ഞു. ഇനി ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ്. ഇനി അങ്ങോട്ടൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. 2 ടാൻ എക്സ്. ആദ്യം ടാൻ സ്ക്വയറിൻ്റെത് 2 ടാൻ എക്സ് ഇൻറ്റു ടാൻ എക്സിൻ്റെത് സീക്ക് സ്ക്വയർ. അപ്പോൾ കാരണം ഔട്ട് സൈഡ് സ്ക്വയർ ആണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യുന്നത്, ശ്രദ്ധിച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെയിം തന്നെയാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ. ഒന്നും കൂടി, കാരണം കോമ്പോസിറ്റ് ഫംഗ്ഷൻ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും ക്വസ്റ്റ്യനുകൾ ഡീറ്റെയിൽ ആയി ചെയ്യുന്നത്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് സ്ക്വയർ പ്ലസ് 5. നോക്കൂ, ഞാൻ dy ബൈ dx എന്ന് ഡയറക്റ്റ് അങ്ങ് എഴുതുന്നു. ശരിക്കും നമ്മൾ ലെറ്റ് y ഈക്വൽ ടു എന്ന് എഴുതിയിട്ട് വേണം എഴുതാൻ, പക്ഷേ അത് അണ്ടർസ്റ്റുഡ് ആണ്. dy ബൈ dx, ഇതാണ് y എങ്കിൽ dy ബൈ dx ഈക്വൽ ടു, നോക്കൂ ഇവിടെ സൈൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5. അപ്പോൾ സൈൻ ഔട്ടർ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് 5 ഇന്നർ ആണ് അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് 5 ഒരു പോളിനോമിയലാണ്. അപ്പം ആദ്യം സൈൻ ആണ്. സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് സ്ക്വയർ പ്ലസ് 5. മനസ്സിലാവുന്നുണ്ടല്ലോ? എക്സ് സ്ക്വയർ പ്ലസ് 5. ഇനി ഇൻറ്റു. അപ്പോൾ സൈൻ്റെ ഡെറിവേറ്റീവ് കഴിഞ്ഞു. സൈൻ്റെ കൂടെ എന്തുണ്ടായിരുന്നു അത് കോസിലൂടെ എഴുതി ഇൻറ്റു. ഇനി എക്സ് സ്ക്വയർ പ്ലസ് 5ൻ്റെത്. എക്സ് സ്ക്വയർ പ്ലസ് 5 ഒരു പോളിനോമിയലാണ്, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അതിൻ്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 0 എന്നുള്ളതാണ്. 2x പ്ലസ് 0. ഇനി ഒന്നും ഡെറിവേറ്റീവ് എടുക്കാനില്ല. ശരിയാണല്ലോ? ഇവിടെ രണ്ടെണ്ണേ ഉള്ളായിരുന്നു, ട്രിഗണോമെട്രിയും പോളിനോമിയലും. ട്രിഗണോമെട്രിക്ക് അകത്താണ് പോളിനോമിയൽ കയറി കിടക്കുന്നത്. അപ്പോൾ ട്രിഗണോമെട്രി സൈൻ്റെ ആദ്യം കോസ് എടുത്തു ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 5ൻ്റെത്. അടുത്ത ഡെറിവേറ്റീവ് നോക്കാം. y ആണെന്ന് സങ്കല്പിച്ചാൽ dy ബൈ dx ഈക്വൽ ടു കോസ് ഓഫ് സൈൻ എക്സ്. അപ്പം കോസ് എക്സ് എന്നായിരുന്നു, ആ എക്സിന് പകരം സൈൻ കയറി കിടക്കുന്നു. അപ്പോൾ ഔട്ടർ കോസ് ആണ്. കോസിൻ്റെത് മൈനസ് സൈൻ, അതിൻ്റെ കൂടെ എന്ത് കിടക്കുന്നു അത് അതുപോലെ എഴുതും. സൈൻ എക്സ് അതുപോലെ എഴുതി. കോസ് സൈൻ എക്സ് ആണെങ്കിൽ മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് കഴിഞ്ഞു. ഇനി സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. തീർന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്തത് dy ബൈ dx ഈക്വൽ ടു സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ്. അപ്പം സീക്ക് ഔട്ടർ, അതിനകത്ത് ടാൻ, അതിനകത്ത് റൂട്ട് എക്സ്, 3 പേരുണ്ട്. അപ്പോൾ ആദ്യം സീക്കിൻ്റെ എടുക്കുമ്പോൾ സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്കറിയാം, സീക്ക് എക്സ് ടാൻ എക്സ്. അപ്പോൾ സീക്കിൻ്റെ കൂടെ എന്ത് വരുന്നു? സീക്ക് അത് ടാൻ അത്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? സീക്ക് ടാൻ റൂട്ട് എക്സ്, കാരണം സീക്കിൻ്റെ കൂടെ അതാണ് കിടക്കുന്നത്, ഇൻറ്റു ടാൻ റൂട്ട് എക്സ്. സംശയം വരരുത്. സീക്ക് എന്ത് വരുന്നോ സീക്ക് അത് ടാൻ അത്, അപ്പോഴാണ് സീക്കിൻ്റെ ഡെറിവേറ്റീവ് തീരത്തോളൂ. ഇൻറ്റു ഇനി സീക്കിൻ്റെത് കഴിഞ്ഞു, അടുത്ത ടാനിൻ്റെ സീക്കിൻ്റെത് കഴിഞ്ഞു, ടാനിൻ്റെത് സീക്ക് സ്ക്വയർ റൂട്ട് എക്സ്. ടാനിൻ്റെത് ടാൻ റൂട്ട് എക്സ് ആണ്, അതുകൊണ്ട് സീക്ക് സ്ക്വയർ ടാൻ്റെ കൂടെ എന്ത് വരുന്നു അത് റൂട്ട് എക്സ്. അപ്പോൾ ടാനും കഴിഞ്ഞു. അടുത്ത റൂട്ട് എക്സിൻ്റെത് 1/2 റൂട്ട് എക്സ്. 1/2 റൂട്ട് എക്സ്. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ നിൽക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് എഴുതുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? സീക്കിൻ്റെത് സീക്ക് അത് ടാൻ, അതുകൊണ്ടാണ് സീക്ക് ടാൻ റൂട്ട് എക്സ്, ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ടാനിൻ്റെത് സീക്ക് സ്ക്വയർ ഇൻറ്റു റൂട്ട് എക്സിൻ്റെത്. അടുത്തത് dy ബൈ dx ഈക്വൽ ടു സൈൻ ഔട്ടർ ഫംഗ്ഷൻ ആണ്. അപ്പോൾ സൈൻ്റെത് കോസ് സ്ക്വയർ
റൂട്ട് എക്സ്. കോസ് സ്ക്വയർ റൂട്ട് എക്സ്, കാരണം ഏറ്റവും ഔട്ടർ സൈൻ ആണ്, സൈൻ കഴിഞ്ഞു. ഇനി നോക്കിക്കഴിഞ്ഞാൽ കോസ് സ്ക്വയർ റൂട്ട് എക്സിൽ ഏറ്റവും ഔട്ടർ കിടക്കുന്നത് ആരാണ്? ശരിക്കും കോസ് സ്ക്വയർ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് റൂട്ട് എക്സ് ദ ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പോൾ ഔട്ടർ കിടക്കുന്നത് സ്ക്വയർ ആണ്, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിൻ്റെത് 2x, അപ്പോൾ സ്ക്വയറിൻ്റെത് 2 ഇൻറ്റു അല്ലേ, ഇൻറ്റു 2 ഇൻറ്റു കോസ് റൂട്ട് എക്സ്. മനസ്സിലാക്കിക്കോണം, ഇവിടെ ഇത് എക്സ് സ്ക്വയർ എന്നുള്ള രീതിയിലാണ്. എക്സ് സ്ക്വയറിൻ്റെത് 2 ഇൻറ്റു ഇതെന്നുള്ളതാണ്. എക്സ് സ്ക്വയർ ഈസ് 2x, അപ്പോൾ ഇതേ ഇൻറ്റു സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഇൻറ്റു. അപ്പോൾ നമ്മളുടെ സ്ക്വയർ കഴിഞ്ഞു. അടുത്തത് ഇനി അകത്ത് കിടക്കുന്ന ആരാണ്? കോസ് ആണ്. കോസിൻ്റെത് മൈനസ് സൈൻ റൂട്ട് എക്സ്, കാരണം ഇവിടെ കോസ് റൂട്ട് എക്സ് ആണ്, അതിൻ്റെ മൈനസ് സൈൻ റൂട്ട് എക്സ് ഇൻറ്റു കോസ് കഴിഞ്ഞു. ഇനി ആരാ? റൂട്ട് എക്സിൻ്റെ 1/2 റൂട്ട് എക്സ്. അപ്പം ഇവിടെ നോക്കൂ, 1, 2, 3, 4 ഫംഗ്ഷനുകൾ ഉണ്ടായിരുന്നു. നമുക്ക് 4 ഫംഗ്ഷനുകളൊന്നും വരില്ല, ബട്ട് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാത്രമാണ് ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെയാണ് കോമ്പോസിറ്റ് ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവുകൾ എടുത്തു പോകുന്നത്. ഇനി കോമ്പോസിറ്റ് ഫംഗ്ഷനുകൾ വരുന്ന പ്രോഡക്റ്റ് റൂളും ക്വസ്റ്റ്യൻ റൂളുമാണ് പഠിക്കേണ്ടത്, ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ക്യൂബ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് റൈസ് ടു 5. ശ്രദ്ധിക്കണം, സൈൻ എക്സ് ക്യൂബ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് റൈസ് ടു 5 അപ്പം ഒരു ഫംഗ്ഷൻ ഇൻറ്റു അനദർ ഫംഗ്ഷൻ, അപ്പോൾ പ്രോഡക്റ്റ് ആണ് വരിക, കാരണം ഇത് പ്രോഡക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കൂ, ഞാൻ എഴുതുന്നു ലെറ്റ് y ഈക്വൽ ടു സൈൻ എക്സ് ക്യൂബ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് റൈസ് ടു 5. ശരിക്കും പ്രോഡക്റ്റ് ആണ് ഫംഗ്ഷന് കിടക്കുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇതാണ് സെക്കൻഡ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷനിലേക്ക് നോക്കിയാൽ അതൊരു കോമ്പോസിഷനാണ്, ട്രിഗണോമെട്രിയുടെയും പോളിനോമിയലിൻ്റെയും. അടുത്തതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3 എണ്ണം ഉണ്ട്, കാരണം ഹോൾ സ്ക്വയർ, പിന്നെ കോസ്, പിന്നെ എക്സ് റൈസ് ടു 5. അപ്പോൾ കോമ്പോസിഷനാണ് രണ്ടുപേരും, അവരുടെയാണ് പ്രോഡക്റ്റ്. അപ്പോഴും നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രോഡക്റ്റ് റൂൾ തന്നെയാണ്. dy/dx ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സൈൻ എക്സ് ക്യൂബ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പം നമ്മളെ ചെയിൻ റൂൾ പ്രകാരം ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പം ഏറ്റവും ഔട്ടർ കിടക്കുന്നത് ആരാണ്? കോസ് എക്സ് റൈസ് ടു 5 ദ ഹോൾ സ്ക്വയർ എന്നല്ലേ, സ്ക്വയർ അല്ലേ ഏറ്റവും പുറത്ത് കിടക്കുന്നത്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെത് 2x എന്ന് പറയുന്നത് പോലെ ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം 2 ഇൻറ്റു കോസ് എക്സ് റൈസ് ടു 5 എന്ന് വരില്ലേ, കാരണം ഏറ്റവും പുറത്ത് കിടക്കുന്നത് ഹോൾ സ്ക്വയർ ആണ്. ആ സ്ക്വയറിൻ്റെ എടുത്തു, ഇൻറ്റു, തീർന്നില്ല, സ്ക്വയർ കഴിഞ്ഞപ്പോൾ ഇനി കോസ് ഇല്ലേ, കോസിൻ്റെത് എന്താ? മൈനസ് സൈൻ എക്സ് റൈസ് ടു 5 അല്ലേ, തീർന്നില്ല, കാരണം സ്ക്വയർ കഴിഞ്ഞു, കോസ് കഴിഞ്ഞു, ഇനി ആരുണ്ട്? എക്സ് റൈസ് ടു 5 എക്സ് റൈസ് ടു 4. ഇത്രയുമാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ്. ഇനി ആരുമില്ല, കാരണം എക്സ് റൈസ് ടു 5 കഴിഞ്ഞു. ഏറ്റവും പുറത്ത് ഹോൾ സ്ക്വയർ, അതിൻ്റെത് 2 ഇൻറ്റു, പിന്നെ അകത്തേക്ക് പോകുമ്പോൾ കോസിൻ്റെത് മൈനസ് സൈൻ എക്സ് റൈസ് ടു 5 ഇൻറ്റു എക്സ് റൈസ് ടു 5 5 എക്സ് റൈസ് ടു 4. ഇനിയൊന്നുമില്ല, ചെയിൻ റൂൾ 3 എണ്ണമേ ഉള്ളായിരുന്നു. പ്ലസ് പ്രോഡക്റ്റ് റൂൾ അല്ലേ, തിരിച്ച് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് റൈസ് ടു 5 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ 2 പേരേ ഉള്ളൂ. ഔട്ടർ സൈൻ്റെ ഡെറിവേറ്റീവ് കോസ്, അതിൻ്റെ കൂടെ എന്തുണ്ടോ അത്, കോസ് എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് ക്യൂബിൻ്റെത് 3x സ്ക്വയർ ഇൻറ്റു 3x സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഒന്നുകൂടി നിങ്ങൾ അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഇവിടെ 2 ഇൻറ്റു 5 മൈനസ് 10 എക്സ് റൈസ് ടു 4 സൈൻ എക്സ് റൈസ് ടു 3 സൈൻ എക്സ് റൈസ് ടു 5 cos x raised to 5 പ്ലസ് അടുത്തത് 3x സ്ക്വയർ cos x ക്യൂബ് cos സ്ക്വയർ എക്സ് റൈസ് ടു 5. ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. അതിനെ പ്ലസ് ഇട്ട് വെക്കുക. ഇതാണ് അതിൻ്റെ പ്രോഡക്റ്റ് റൂൾ. ഇങ്ങനെയാണ് അതായത് പ്രോഡക്റ്റിനകത്ത് ഓരോ ഫംഗ്ഷനും വരുമ്പോൾ നമ്മൾ അവിടെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ശ്രദ്ധിച്ച് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ഇ റൈസ് ടു എക്സ് സ്ക്വയർ സൈൻ റൂട്ട് എക്സ്. അപ്പോൾ നോക്കൂ, ഇ റൈസ് ടു എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ റൂട്ട് എക്സ് എന്നാണ് പ്രോഡക്റ്റ് റൂളാണ് അവിടെ. അപ്പോൾ നമ്മൾ എഴുതുന്നു ലെറ്റ് y ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ റൂട്ട് എക്സ്, യു വി ആണ്. ദാറ്റ് ഈസ് dy/dx ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് സൈൻ റൂട്ട് എക്സ്. നോക്കൂ, കോമ്പോസിഷൻ അല്ലേ, സൈൻ എക്സിന് പകരം സൈൻ എക്സ് ആണ്, എക്സിന് പകരം റൂട്ട് കിടക്കുന്നു. അപ്പോൾ സൈൻ്റെത് കോസ് റൂട്ട് എക്സ് ഇൻറ്റു സൈൻ കഴിഞ്ഞ് ഇനി റൂട്ട് എക്സിൻ്റെത് 1/2 റൂട്ട് എക്സ് പ്ലസ് തിരിച്ച് സൈൻ റൂട്ട് എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് സ്ക്വയറിൻ്റെത്. ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെയല്ലേ. അപ്പോൾ ഇ റൈസ് ടുവിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു തന്നെ. അപ്പോൾ ഇ റൈസ് ടു എക്സ് സ്ക്വയർ ആകുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു അത് തന്നെ ഇൻറ്റു ഇയുടേതേ കഴിഞ്ഞുള്ളൂ. ഇനി അകത്താരാ കിടക്കുന്നത് നോക്കൂ,
ഇ റേസ് ടു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒരിക്കലും പുറത്ത് സ്ക്വയർ ആണെന്ന് നിങ്ങൾ കരുതരുത്. ഇ റേസ് ടു എക്സ് സ്ക്വയർ എന്നാണ്. ഈക്കകത്താണ് എക്സ് സ്ക്വയർ കിടക്കുന്നത്. ഇയുടെ പവറായിട്ടാണ് എക്സ് സ്ക്വയർ. ഇ ആണ് ഔട്ട് സൈഡ്, എക്സ് സ്ക്വയർ അതിനകത്താണ്. അതേസമയം ഇ റേസ് ടു എക്സ് ദ ഹോൾ സ്ക്വയർ എന്നാണെങ്കിൽ സ്ക്വയർ പുറത്തും ഇ റേസ് ടു എക്സ് അകത്തുമാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇവിടെ ഇപ്പം ഇ റേസ് ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇ ആണ് പുറത്ത്, എക്സ് സ്ക്വയർ ആണ് അകത്ത്. അപ്പോൾ ആദ്യം നമ്മൾ ഔട്ടറായ ഇയുടെ എടുത്തു. ഇ റേസ് ടു എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. മനസ്സിലാവുന്നുണ്ടല്ലോ? 2x. ഇത് പ്രത്യേകിച്ച് അറേഞ്ച് ചെയ്യാനൊന്നുമില്ല, ഇങ്ങനെ തന്നെ എഴുതിയിരുന്നാൽ മതി. ഇതാണ് അതിൻ്റെ പ്രോഡക്റ്റ് റൂൾ. ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എ എക്സ് പ്ലസ് ബി ബൈ കോസ് സി എക്സ് പ്ലസ് ഡി. നോക്കൂ, ഡിവൈഡഡ് ആണ്, കോഷ്യൻ റൂൾ ആണ്, അറിയാമല്ലോ. അപ്പോൾ ലെറ്റ് y ഈക്വൽ ടു നമ്മൾ സൈൻ എ എക്സ് പ്ലസ് ബി ബൈ കോസ് സി എക്സ് പ്ലസ് ഡി. അപ്പോൾ കോഷ്യൻ റൂൾ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ dy ബൈ ഡി എക്സ് ഈക്വൽ ടു അറിയാം, ഡിനോമിനേറ്റർ ഇൻറ്റു കോസ് സി എക്സ് പ്ലസ് ഡി ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ്. ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നോക്കൂ, സൈൻ എക്സ് എന്ന് കിടക്കേണ്ടടുത്ത് ഒരു പോളിനോമിയലായ എ എക്സ് പ്ലസ് ബി കിടക്കുകയാണ്. അപ്പോൾ സൈൻ്റെ ഡെറിവേറ്റീവ് ആദ്യം എടുക്കുക, ദാറ്റ് ഈസ് കോസ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു സൈൻ കഴിഞ്ഞാൽ ഇനി എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എ ഇൻറ്റു എക്സിൻ്റെത് 1, എ ഇൻറ്റു 1 പ്ലസ് ബി കോൺസ്റ്റൻറ്റ് 0. അപ്പോൾ എ ഇൻറ്റു 1 പ്ലസ് 0 എന്തെന്നേ വരുള്ളൂ? എ എന്ന് പറഞ്ഞ് നിൽക്കും. സൈൻ എ എക്സ് പ്ലസ് ബി ഇൻറ്റു എ എക്സ് പ്ലസ് ബിയുടേത് എ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു സൈൻ എ എക്സ് പ്ലസ് ബി ഇൻറ്റു ഡിനോമിനേറ്ററായ കോസ് സി എക്സ് പ്ലസ് ഡിയുടെ ഡെറിവേറ്റീവ്. ഇതും ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ അല്ലെങ്കിൽ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. ആദ്യം കോസിൻ്റെത് എടുക്കുക, മൈനസ് സൈൻ സി എക്സ് പ്ലസ് ഡി ആണല്ലോ, മൈനസ് സൈൻ സി എക്സ് പ്ലസ് ഡി ഇൻറ്റു സി എക്സ് പ്ലസ് ഡിയുടേത് സി ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു സി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ, ദാറ്റ് ഈസ് കോസ് സി എക്സ് പ്ലസ് ഡി, ദാറ്റ് ഈസ് കോസ് സ്ക്വയർ സി എക്സ് പ്ലസ് ഡി. ഇങ്ങനെ എഴുതി വെക്കുക. ഇതാണ് എന്ത് നമ്മളുടെ കോഷ്യൻ റൂൾ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് സൈൻ്റെത് കോസ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു എ എന്ന് വരുന്നത്. ശ്രദ്ധിച്ചോളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് സ്ക്വയർ ബൈ കൊസീക് റൂട്ട് എക്സ്. അപ്പോൾ നമ്മൾ അറിയാം, കോഷ്യൻ റൂൾ തന്നെയാണ്, കാണുമ്പോഴേ അറിയാം, ഡിവിഷൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു y ഈക്വൽ ടു ലോഗ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ കൊസീക് റൂട്ട് എക്സ്. Therefore dy by dx ഈക്വൽ ടു കോഷ്യൻ റൂൾ അല്ലേ, ഡിനോമിനേറ്റർ ഇൻറ്റു കൊസീക് റൂട്ട് എക്സ് ഇൻറ്റു ലോഗ് എക്സ് സ്ക്വയർ. കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണല്ലോ, കാരണം ഔട്ട് സൈഡ് ലോഗ്, അതിനകത്ത് എക്സ്. അപ്പോൾ ആദ്യം ലോഗിൻ്റെത് 1 ബൈ, ദാറ്റ് ഈസ് 1 ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു ലോഗ് കഴിഞ്ഞു, ഇനി എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ഉണ്ടല്ലോ. ലോഗ് എക്സ് സ്ക്വയർ കോമ്പോസിറ്റ് ആണ്, ലോഗിൻ്റെത് 1 ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു 2x മൈനസ് ലോഗ് എക്സ് സ്ക്വയർ ഇൻറ്റു ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെത് കൊസീക് റൂട്ട് എക്സ് എന്നാണ്. അപ്പോൾ കൊസീക് എക്സ് ആയിരുന്നു, ബട്ട് കോമ്പോസിറ്റ് ആയതുകൊണ്ട് കൊസീക് റൂട്ട് എക്സ് ആയി. ഔട്ട് സൈഡ് കൊസീക് ആണ്. കൊസീക്കിൻ്റെ ഡെറിവേറ്റീവ് കൊസീക് എക്സിൻ്റെത് മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ്. ഇവിടെ കൊസീക് എന്ന് പറയുമ്പോൾ മൈനസ് കൊസീക് എന്താണോ കൂടുതൽ അതേ ഇൻറ്റു കോട്ട് എന്താണോ കൂടുതൽ അത്. അപ്പം മൈനസ് കൊസീക് റൂട്ട് എക്സ് ഇൻറ്റു കോട്ട് റൂട്ട് എക്സ്. അപ്പോൾ കൊസീക് എക്സിൻ്റെ കൊസീക് റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് കഴിഞ്ഞു, മൈനസ് കൊസീക് റൂട്ട് എക്സ് ഇൻറ്റു കോട്ട് റൂട്ട് എക്സ് ഇൻറ്റു കൊസീക്ക് കഴിഞ്ഞാൽ റൂട്ട് എക്സിൻ്റെത് 1 ബൈ 2 റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ, ദാറ്റ് ഈസ് കൊസീക് സ്ക്വയർ റൂട്ട് എക്സ്. കൊസീക് സ്ക്വയർ റൂട്ട് എക്സ്, ദാറ്റ് ഈസ് ഇവിടുന്ന് ഒരു എക്സ് പോകുമ്പോൾ നമുക്ക് എഴുതാം, അറേഞ്ച് ചെയ്ത് എഴുതാം, വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് എഴുതാം. 2 കൊസീക് റൂട്ട് എക്സ് ബൈ എക്സ് പ്ലസ് 1 ബൈ 2 റൂട്ട് എക്സ് ലോഗ് എക്സ് സ്ക്വയർ കൊസീക് റൂട്ട് എക്സ് കോട്ട് റൂട്ട് എക്സ് ബൈ കൊസീക് സ്ക്വയർ റൂട്ട് എക്സ്. കൊസീക് റൂട്ട് എക്സ് വേണമെങ്കിൽ മുകളിൽ നിന്ന് ഡിവൈഡ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇത് മനസ്സിലാവാൻ വേണ്ടി ചെയ്തതേ ഉള്ളൂ, എക്സസൈസിലൊന്നും ക്വസ്റ്റ്യൻ അല്ല. ഇങ്ങനെയാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ വരുന്ന പ്രോഡക്റ്റും കോഷ്യനും ചെയ്യുന്നതെന്ന് എക്സ്ട്രാ ക്വസ്റ്റ്യനുകൾ നിങ്ങൾ ചെയ്ത് നോക്കിക്കൊള്ളുക. എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, ബട്ട് എക്സാമ്പിളുകളൊക്കെ ചെയ്ത് നോക്കുക. ശ്രദ്ധിക്കുക.